നമ്മുടെ ടോപ്പിക് ബി ദ ഹൈലൈറ്റ് ഓഫ് യർ സ്റ്റോറി. നമ്മുടെ കഥയിലെ നായകൻ അല്ലെങ്കിൽ നായിക നമ്മൾ തന്നെയാണ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ നിമ നമ്മളെ എല്ലാവരെയും ഓരോ ദിവസവും ഓർമ്മിപ്പിക്കുന്നത്. സോ അങ്ങനെ നമ്മുടെ സ്റ്റോറിയിൽ ഹൈലൈറ്റ് അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രം നായകൻ അല്ലെങ്കിൽ നായിക നമ്മൾ തന്നെ ആവാൻ എന്തൊക്കെ ചെയ്യണമെന്നാണ് തോന്നിയിട്ടുള്ളത്? ഈ നായകൻ എന്നൊക്കെ പറയുന്നത് ഐ തിങ്ക് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫോർ ഈച്ച് പേഴ്സൺ. ഇപ്പം എനിക്ക് എൻ്റെ ഒരു ഭാഗത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു ഹീറോയിൻ ആവുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇതിൽ വെൻ ഐ മേക്ക് എൻ ഇമ്പാക്റ്റ് ഓൺ അതർ പീപ്പിൾ, ഒരു ലൈഫിൽ വേറെ ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ ഐ ബിലീവ് ദാറ്റ് ഐ ബിക്കം ഹീറോയിൻ എന്ന് പറയാം. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഫോർ ദ സെയിം ഫോർ അതർ പീപ്പിൾ. ഇപ്പോൾ രേവതിക്കായാലും ഇറ്റ് ഇസ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. എല്ലാവർക്കും വേറെ തന്നെ ആയിട്ടുള്ളൊരു ഇതാണ്. ദാറ്റ് our perspective, I think it is very different. But what I believe is to become a hero in your own life, that you have to actually understand നിങ്ങളെ പാഷൻ എന്താണ്, നിങ്ങളുടെ ഡ്രീം എന്താണ്, നിങ്ങളെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്, അത് നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടതാണ്. ഇറ്റ്സ് നോട്ട് സംതിങ് ഒരാളിങ്ങനെ അടിച്ച് അമർത്തേണ്ട ഒരു കാര്യമല്ല, അവരിങ്ങനെ പറഞ്ഞുണ്ടാക്കേണ്ട ഒരു കാര്യമല്ല. നിങ്ങളായിട്ട് തന്നെ കണ്ടെത്തണം നിങ്ങളെ ഗോൾ എന്താണ്. ഇഫ് യു ഹാവ് സംതിങ്, ഒരു പാഷനായിട്ട്, ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കുന്ന ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ആളൊക്കെ ആണെങ്കിൽ ഇഫ് ഹീ ആക്ച്വലി പ്ലേസ് സംതിങ് ലൈക്ക് ഒരു നാഷണൽ ലെവലിലോ ഇന്റർനാഷണൽ ലെവലിലൊക്കെ കളിക്കുമ്പോഴായിരിക്കും അവരൊരു ഹീറോ ആവുക, അവരുടെ സ്റ്റോറിയിൽ അവർ ഹീറോ ആവുക. സോ ഇറ്റ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫോർ everyone, but to understand that is what you have to do, I think.